ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് മാമിന് എന്താ പറയാനുള്ളത്? അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഡിസ്ക്രിമിനേഷൻ വിത്തിൻ ഇൻഡസ്ട്രി നടക്കുന്ന അബ്യൂസസ്. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. മുകേഷിനെതിരായ ലൈംഗികാരോപണ കേസ് CPM ഏൽപ്പിച്ച പ്രഹരം ചെറുതല്ല. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇരുവരെയും വൈദ്യപരിശോധനയ്ക്കും ലൈംഗിക ശേഷി പരിശോധനയ്ക്കും വിധേയമാക്കും. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. നിരപരാധിത്വം തെളിയിക്കാൻ പാർട്ടി മുകേഷിന് അവസരം നൽകിയെങ്കിലും അത് ക്ലീൻ ചിറ്റ് അല്ല. ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ഒരു കാരണവശാലും അത് പ്രോത്സാഹിക്കപ്പെടേണ്ടത്. നമ്മൾ ഒഫീഷ്യലായി അത് വെളിയിൽ വരികയാണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ദം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും വിശ്വാസാവില്ല. മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും M മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെ നിയമ നടപടി തുടരാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അറസ്റ്റ് ഉണ്ടായാൽ പാർട്ടി മുകേഷിനെ കൈവിട്ടേക്കും. രാജി എന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഉയരാനും സാധ്യതയുണ്ട്. ഞാനും ചെയ്തില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. കഴിഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുകേഷിന്റെ രാജിക്കു വേണ്ടി വന്ന കടുത്ത സമ്മർദ്ദം അവഗണിച്ചാണ് രാജി വേണ്ടെന്ന നിലപാടിലെത്തിയത്. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ കത്തുമ്പോൾ പാർട്ടി നേതൃത്വവും കടുത്ത സമ്മർദ്ദത്തിലാണ്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ല